ഇത് യമാലിസമാണ്. വ്രതമനുഷ്ഠിച്ച് കളിമനയാൻ സാധിക്കുമോ എന്ന് സംശയിച്ചവർക്ക് തന്റെ പ്രകടനത്തിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ലാമിൻ യമാൽ. 1-4 ഗോളുകൾക്ക് ലാലിഗയിൽ കാറ്റലോണിയൻ പട വീണ്ടും ആധിപത്യം ഉറപ്പിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ബാർസലോണ തങ്ങളുടെ ആക്രമണ ശൈലി പുറത്തെടുത്തു. പന്ത് കൈവശം വെക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെ എതിർനിരയെ സമ്മർദ്ദത്തിലാക്കുന്നതിലും അവർ വിജയിച്ചുകൊണ്ടേയിരുന്നു. വില്ലാറയൽ പ്രതിരോധം തുടക്കത്തിൽ തന്നെ പതറുന്ന കാഴ്ചയാണ് മൈതാനത്ത് കണ്ടത്. ലാമിൻ യമാൽ എന്ന കൗമാര വിസ്മയത്തിന്റെ കാലുകളിലായിരുന്നു പന്ത് കൂടുതൽ സമയവും തങ്ങി നിന്നത്. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും വില്ലാറയൽ ഡിഫൻഡർമാർക്ക് വലിയ ഭീഷണിയായി മാറി. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തുടക്കം മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ കരുത്ത് വിളിച്ചോതുന്ന ഒരു പ്രകടനമായിരുന്നു. ലീഗിലെ 3ാമത്തെ ടീമിനെതിരെ കളിക്കുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ ജാഗ്രതയും മികവും ഹാൻസി ഫ്ലിക്കിന്റെ ശിഷ്യന്മാർ പുറത്തെടുത്തു. പന്ത് കൈവശം വെക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും കാറ്റലോണിയൻ പട പൂർണ്ണമായും ആധിപത്യം പുലർത്തി. വിയ്യാറയലിന്റെ പ്രതിരോധ നിരയെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ട് ബാർസയുടെ മധ്യനിരയും മുന്നേറ്റ നിരയും സജ്ജമായിരുന്നു. വിയ്യാറയൽ തങ്ങളുടെ വേഗതയേറിയ പ്രത്യാക്രമണങ്ങളിലൂടെ ബാർസയുടെ ഹൈലൈൻ പ്രതിരോധത്തെ മറികടക്കാൻ 1-2 തവണ ശ്രമിച്ചെങ്കിലും അതിനെല്ലാം അതിസമർത്ഥമായി തടയാൻ അവർക്ക് സാധിച്ചു. നിയന്ത്രണം കൈവിടാതെ കളിയുടെ ടെമ്പോ നിശ്ചയിച്ചത് ബാർസലോണ തന്നെയായിരുന്നു. യമാലിന്റെ അയിഞ്ഞാട്ടം തന്നെയാണ് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. വിയ്യാറയലിന്റെ ഇടതുപാർശ്വ പ്രതിരോധത്തിന്റെ ചുമതലയുണ്ടായിരുന്ന സെർജി കാർഡോണയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കടുത്ത പരീക്ഷണമായിരുന്നു. യമാലിന്റെ വേഗതക്കും ചടുലമായ നീക്കങ്ങൾക്കും മുന്നിൽ കാർഡോണ പലപ്പോഴും നിസ്സഹായനായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഓരോ തവണ പന്ത് ലഭിക്കുമ്പോഴും വിയ്യാറയൽ ബോക്സിനുള്ളിലേക്ക് അപകടകരമായ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യമാൽ ഗാലറിയെ ആവേശത്തിലായി. 13ാം മിനിറ്റിൽ കൊണ്ടയിലൂടെ ബാർസ വിയ്യാറയലിന് ആദ്യ സിഗ്നൽ നൽകി. പിന്നാലെ 22ാം മിനിറ്റിലെത്തിയ ലാമിൻ യമാലിന്റെ ഷോട്ട് ഗോൾ കീപ്പർ ജൂനിയർ കൈപ്പിടിയിലൊതുക്കി. എന്നാൽ ആദ്യ ഗോൾ പിറക്കാൻ അധിക സമയം കാത്തിരിക്കേണ്ടി വന്നില്ല. മൈതാന മധ്യത്തിൽ നിന്ന് വിയ്യാറയൽ താരം ഗുഹിയയിൽ നിന്ന് പന്ത് പിടിച്ചെടുത്ത് ഫെർമിൻ ലോപ്പസ് മുന്നോട്ട് ഇരച്ചു കയറുകയാണ്. വിയ്യാറയലിന്റെ 2 പ്രതിരോധ താരങ്ങൾക്കിടയിലൂടെ സഹതാരം ലാമിൻ യമാലിലേക്ക് കൃത്യമായി പന്തെത്തിക്കുന്നു. ഒട്ടും വൈകാതെ യമാൽ അനായാസം പന്ത് വലയിലേക്ക് വഴിതിരിച്ചു വിടുകയാണ്. നൗ ബാർസലോണ 1 വിയ്യാറയലിന്. 8 മിനിറ്റുകൾക്കകം ബാർസലോണയുടെ അടുത്ത ഗോളും വന്നു. ഇടത് വിങ്ങിൽ നിന്ന് 2 പ്രതിരോധ താരങ്ങളെ വെട്ടിയൊഴിഞ്ഞു മാറി തന്റെ തനതായ ശൈലിയിൽ ലാമിൻ യമാൽ വീണ്ടും വലകുലുക്കുകയാണ്. ആദ്യ പകുതി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ യമാലിന്റെ അടുത്ത പരീക്ഷണവും വന്നു. എന്നാൽ ഇത്തവണ താരത്തിന് പിഴക്കുകയായിരുന്നു. ഇടവേളക്ക് പിരിയുമ്പോൾ 2 ഗോളിന്റെ ലീഡുമായി കാറ്റലോണിയൻ പട മത്സരത്തിൽ ആധിപത്യം ഉറപ്പിക്കുകയാണ്. 2 ഗോളുകളുമായി ലാമിൻ യമാലും 2 അസിസ്റ്റുകളുമായി ഫെർമിൻ ലോപ്പസും കളം നിറഞ്ഞാടുകയാണ്. സിസ്റ്റത്തിൽ സിംഗിൾ പിവറ്റായി കളിക്കുക എന്ന ഉത്തരവാദിത്തമാണ് മാർക്ക് ബെർണലിന് ലഭിച്ചത്. മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. കളിക്കിടയിൽ 2 തവണ പന്ത് നഷ്ടമായെങ്കിലും മത്സരത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നതിലും കൃത്യമായ പാസുകളിലൂടെ പന്ത് മികച്ച പൊസിഷനുകളിലേക്ക് എത്തിക്കുന്നതിലും അദ്ദേഹം മികച്ചു നിന്നു. എന്നാൽ 2ാം പകുതിയുടെ തുടക്കം ബാർസക്ക് നല്ലതായിരുന്നില്ല. 49ാം മിനിറ്റിൽ സാന്റിയാഗോ മൗറിഞ്ഞോയുടെ അസിസ്റ്റിൽ പെപ്പ ഗുഹിയെ വില്ലാറയലിനായി ഗോൾ കണ്ടെത്തുകയാണ്. ആദ്യ 10 മിനിറ്റുകളിൽ എതിർ ടീമിന്റെ അപകടകരമായ കൗണ്ടർ അറ്റാക്കുകളെ ബാർസക്ക് നേരിടേണ്ടി വന്നു. ആ സമയത്ത് പന്ത് കൃത്യമായി കൈവശം വെക്കാൻ ബാർസ പ്രയാസപ്പെട്ടു. പ്രതിരോധ നിരയിലെ പിഴവുകൾ കാരണം ലീഡ് കൈവിട്ടുപോകുമോ എന്ന ഭയം പോലും ആ നിമിഷങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഹാൻസി ഫ്ലിക്ക് ഒട്ടും സമയം കളഞ്ഞില്ല. മത്സരത്തിന്റെ 59ാം മിനിറ്റിൽ ഓൾമോയെ പിൻവലിച്ച് അദ്ദേഹം പെഡ്രിയെ കളത്തിലിറക്കി. ആ മാറ്റം മത്സരഗതിയെ പൂർണ്ണമായും മാറ്റിമറിക്കുകയായിരുന്നു. പെഡ്രി കളി നിയന്ത്രിക്കാൻ തുടങ്ങിയതോടെ ബാർസക്ക് പന്തിന്റെ മേലിലുള്ള വ്യക്തമായ ആധിപത്യം ലഭിക്കുകയായിരുന്നു. പെഡ്രിയുടെ പക്വതയാർന്ന കളി വിയ്യാറയലിന്റെ വേഗത കുറക്കാനും പന്ത് വീണ്ടും കാറ്റാളന്മാരുടെ നിയന്ത്രണത്തിലാക്കാനും സഹായിച്ചു. മത്സരത്തിന്റെ 69ാം മിനിറ്റിൽ പെഡ്രി തന്റെ ക്ലാസ് വീണ്ടും തെളിയിക്കുകയാണ്. എതിർ താരങ്ങൾക്കിടയിൽ അയാൾക്ക് മാത്രം കാണാൻ സാധിച്ച വിടവിലൂടെ സഹതാരം ലാമിൻ യമാലിലേക്ക് പന്തെത്തിക്കുകയാണ്. നിഷ്പ്രയാസം യമാൽ പന്ത് വലയിലേക്ക് എത്തിക്കുമ്പോൾ ലീഡ് വീണ്ടും 2 ഉയരുകയാണ്. സ്കോർ ബോർഡിൽ 3-1. അത്ലറ്റിക്കോ മാഡ്രിഡുമായുള്ള അടുത്ത മത്സരം മുന്നിൽ കണ്ട് കളിയുടെ അവസാന നിമിഷങ്ങളിൽ റാഫിഞ്ഞയെയും യമാലിനെയും ഫ്ലിക്ക് പിൻവലിച്ചു. മത്സരം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അധിക സമയത്ത്
കൗണ്ടയുടെ ഗോൾ കീപ്പറെ മറികടന്നുകൊണ്ടുള്ള അസിസ്റ്റിൽ ആരാലും മാർക്ക് ചെയ്യപ്പെടാതിരുന്ന ലെവൻഡോസ്കി അനായാസം വലകുലുക്കുകയാണ്. അതോടെ 1-4 ഗോളുകൾക്ക് ബാർസലോണ വിജയാരവം മുഴക്കുകയാണ്. 2 തോൽവികൾക്ക് ശേഷം ഫ്ലിക്ക് കാര്യമായി അഴിച്ചുപണി ടീമിൽ നടത്തി എന്ന് തന്നെ പറയാം. യുവതാരം ലാമിൻ യമാൽ അവിശ്വസനീയമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഈ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും സ്വന്തമാക്കിയ യമാൽ തന്റെ കരിയറിലെ ആദ്യ ഹാട്രിക്കും ഈ മത്സരത്തിലൂടെ കുറിച്ചു. വെറും 18 വയസ്സിനുള്ളിൽ തന്നെ ലാലിഗയിൽ 25-ലധികം ഗോളുകൾ നേടിയെന്ന അപൂർവ നേട്ടവും ഇപ്പോൾ യമാലിന്റെ പേരിലായി. കൂടാതെ ബാർസലോണക്കും സ്പെയിൻ ദേശീയ ടീമിനുമായി കരിയറിൽ ആകെ 101 ഗോളുകൾ എന്ന നാഴികക്കല്ലും അദ്ദേഹം ഇതോടെ പിന്നിട്ടു. ലാമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് സമാനതകളില്ലാത്ത ഒരു മത്സരമായിരുന്നു ഇത്.